ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ എടുക്കാം. നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്തതായിട്ട് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ എന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവുന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ്, നിങ്ങൾ അടുത്തതായിട്ട് എന്താണ് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നത് അല്ലെ, ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വരുമോ, ഇതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്ത് വേണേലും ആഗ്രഹിക്കാം, ആഗ്രഹിക്കുന്നത് വരുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അതെ, വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വരികയാണ്. ചാരിയോട്ട്, നിങ്ങൾ ഒരുപാട് കരയുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു കാര്യം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വിട്ടു പോയതിന്റെ പേരിൽ കരയുകയാണ്. നിങ്ങൾ ഒരുപാട് കരയുവാണ്. നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് കിട്ടും. ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്, 9 of Swords. ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ ഒരുപാട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് വിഷമത്തിലാണ്. നിങ്ങളോട് വിഷമിക്കാതെ എന്നാണ് പറയുന്നത്. വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് അത് വരും. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കാനാണ് പറയുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ തളരാൻ പാടില്ല, സ്ട്രോങ് ആയിട്ട് ഇരിക്കണം എന്നാണ് പറഞ്ഞത്. വേൾഡ് കാർഡ്, നൈറ്റ് ഓഫ് വാൻസ്. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കൂ. പ്രശ്നങ്ങളുടെ മുൻപിൽ തളരാൻ പാടില്ല, സ്ട്രോങ് ആയിട്ട് ഇരിക്കാനാണ് പറയുന്നത് കേട്ടോ. 2 കപ്പ്, 4 of Wands, Page of Cups, Tower, 4 of Pentacles. ഇതൊക്കെയാണ് കാർഡുകൾ കിട്ടിയത്. നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ വരില്ല, നിങ്ങൾ എന്താണ് വരണം എന്ന് ആഗ്രഹിക്കുന്നത് അത് വരും. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ടാവും. എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നീതി കിട്ടണം. നീതിക്കായിട്ട് നിങ്ങൾ ഒരുപാട് നാളായിട്ട് അതിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നീതിക്കായിട്ട് നിങ്ങൾക്ക് ആ ഒരു ലൈഫിൽ ഉണ്ടായ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ആയിരിക്കാം. നിങ്ങളെ ഒരുപാട് കരയിപ്പിച്ച, വേദനിപ്പിച്ച, വിഷമിപ്പിച്ച എന്തൊക്കെയോ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നീതി കിട്ടണം. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ കോടതിയിൽ കേസ് കൊടുക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ ആ നീതി ലഭിക്കുമോ? അപ്പൊ കോടതിപരമായ കേസിലായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോ നിങ്ങള് വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് സക്സസ് ആണ്. നിങ്ങളുടെ ഭാഗത്ത് നീതി ലഭിക്കും. നിങ്ങൾക്ക് സക്സസ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, ന്യായം നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജസ്റ്റിസ് ലഭിക്കും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു നീതി ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലൈഫിലൊരു ജസ്റ്റിസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഒത്തിരി പ്രോബ്ലംസ് നിങ്ങളെ അലട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എത്ര പ്രോബ്ലം ഉണ്ടായാലും നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആണ്, പവർഫുൾ ആണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഒരു പ്രശ്നത്തിനും നിങ്ങളെ തളർത്താനാവില്ല. വളരെയധികം പവർഫുൾ ആണ്, സ്ട്രോങ് ആണെന്നാണ് കാണിക്കുന്നത്. ദൈവാനുഗ്രഹമുള്ള വ്യക്തികളായിട്ടാണ് നിങ്ങളെ കാണുന്നത്. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്ക് പരിഹാരമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തനിച്ചായിരിക്കാം. ഒരുപാട് നിങ്ങളുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ നിങ്ങളെ പല രീതിയിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ടെന്നൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതിനൊക്കെ നിങ്ങൾക്ക് റിസൾട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കാണിക്കുന്നത് കേട്ടോ. ചിലരുടെ ലൈഫിലേക്ക് ഒരു പൊട്ടിത്തെറി സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചില പൊട്ടിത്തെറികളൊക്കെ സംഭവിച്ച് നിങ്ങളുടെ ലൈഫ് ഒരു പുതിയ തുടക്കത്തിലേക്ക് വരുന്നു. നിങ്ങൾ ഫ്രീ ആക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കാൻ പോകുന്നുണ്ട്. ചില കാര്യങ്ങൾ വലിയൊരു പൊട്ടിത്തെറിയൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഒരു പൊട്ടിത്തെറിയോടുകൂടി നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആക്കാൻ പോകുന്നു. നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവുകയാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വീർപ്പ് മുട്ടി ഇങ്ങനെ ഒരുപാട് നാളായി സഹിച്ച് വീർപ്പ് മുട്ടി നിൽക്കുന്ന ചില കാര്യങ്ങളിൽ അവിടെ ഒരു പൊട്ടിത്തെറി സംഭവിച്ചു. നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അതോടുകൂടി നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം സംഭവിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ കാത്തിരുന്ന് മടുത്തിട്ടുണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളില്ലാന്ന്.
പക്ഷെ നിങ്ങളെ നല്ല രീതിയിൽ ആ ഒരു വ്യക്തി ഓർക്കുന്നുണ്ട്, തിരികെ വരും, നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഇപ്പോൾ എന്തൊക്കെയോ കാരണം കൊണ്ട് വരാതിരിക്കുന്നതാണ്, അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ കോണ്ടാക്ട് ഇല്ലാതിരിക്കുന്നുണ്ട്, വിഷമിക്കണ്ട. തീർച്ചയായിട്ടും അത് വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ആ ഒരു വ്യക്തി വരും, നിങ്ങൾക്കൊരു മാരേജ് ഉണ്ട്, ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു മാരേജ് ഉണ്ടെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ കാത്തിരിക്കുന്നത് ആ ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ലവറിനെയാണ്, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെയോ വൈഫിനെയോ ഒക്കെ ആണെങ്കിൽ ആ ഒരു വ്യക്തി തിരികെ വരും എന്നാണ്. വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വരുമെന്നാണ് കേട്ടോ. ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് വരുന്നത്. ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ ലഭിക്കൂ, ആഗ്രഹിച്ചില്ലെങ്കിൽ ലഭിക്കില്ല എന്നാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് അത് ലഭിക്കും. നിങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പ് തന്നെയാണ്, അതായത് നിങ്ങൾക്ക് ചേരേണ്ട ഒരു ജോഡിയാണ്. അതുകൊണ്ട് തന്നെ ദൈവം ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുതരും. നിങ്ങൾക്ക് ഒരു ടിൻ ഫ്ലൈം അല്ലെങ്കിൽ സോൾമേറ്റ് ജേർണിയിൽ പെട്ടവരാണ്, നിങ്ങൾ ചേരേണ്ടവരാണ്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഒരു ജസ്റ്റിസ് കിട്ടും. എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആ ഒരു വ്യക്തിയെ നെഞ്ചോട് ചേർത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ ആ ഒരു വ്യക്തി മാറി നിൽക്കുന്നുണ്ടാവാം, ഒരുമിച്ച് കൂടിച്ചേരാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. പക്ഷെ അയാളുടെ ആ ഒരു വ്യക്തിയുടെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, നെഞ്ചോട് ചേർത്ത് നിങ്ങളെ പിടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് സമയമാകുമ്പോൾ വരും കേട്ടോ. പക്ഷെ ചില വ്യക്തികൾക്ക് പുതിയ റിലേഷൻഷിപ്പാണ് വരാൻ പോകുന്നത്, പുതിയൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പം ഒരുപക്ഷെ ചിലർ ഒരു മാരേജ് ലൈഫ് ഇപ്പൊ ഒരുപക്ഷെ പഴയ ബന്ധം അവസാനിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവാം, ഒരുപാട് പെയിൻ തന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം. അപ്പൊ നിങ്ങളൊരു ഇനി മറ്റൊരു മാരേജ് അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് ലഭിക്കാൻ പോകുന്നു. അങ്ങനെ ഒന്നാണ്. അല്ലെങ്കിൽ നല്ലൊരു വ്യക്തി എന്റെ ലൈഫിലേക്ക് ഇനി വരണം, അത് ഒരു വട്ടം പ്രോബ്ലം ഉണ്ടായി, ഇനി നല്ലൊരു വ്യക്തി വരണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് നല്ലൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാണ്. പുതിയൊരു പ്രപ്പോസൽ അല്ലെ പുതിയൊരു റിലേഷൻഷിപ്പ് നിങ്ങളെ തേടി വരാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ലഭിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ പുതിയതായിട്ടൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. ആദ്യമായിട്ട് നിങ്ങളൊരു പ്രണയത്തിലേക്ക് വീഴാൻ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രണയം നിങ്ങളുടെ അടുത്തേക്ക് ആദ്യമായിട്ട് വരാൻ പോകുന്നു. അല്ലെ ആദ്യമായിട്ട് നിങ്ങളൊരു പ്രപ്പോസൽ, ഒരു മാരേജിലേക്ക് പോകാൻ പോകുന്നു, അതിനുള്ള ഒരു പ്രപ്പോസൽ വരുന്നു എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. പുതിയതായിട്ടുള്ള എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളൊരു വസ്തു വിൽപ്പനയുടെയോ വാങ്ങലിന്റെയോ വസ്തു കച്ചവടത്തിന്റെയൊക്കെ കാര്യത്തിൽ ഒരു ജസ്റ്റിസ് കിട്ടണം, അല്ലെങ്കിൽ വസ്തു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു നീതി ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ജസ്റ്റിസ് ലഭിക്കുന്നു, നീതി ലഭിക്കുന്നു. അല്ലെങ്കിൽ ജപ്തിയിലൊക്കെ നിൽക്കുന്ന നിങ്ങളുടെ വസ്തു നഷ്ടപ്പെടാൻ പോകുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ ആ ഒരു കാര്യം ജപ്തി ഒഴിവാക്കാനൊക്കെ എന്തെങ്കിലും ഒരു വഴി നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരാൻ പോകുന്നു. നിങ്ങൾക്കായിട്ട് ചില വഴികൾ തുറക്കാൻ പോകുന്നു. ആരോ നിങ്ങളെ സഹായിക്കാൻ പോകുന്നു എന്നൊക്കെ ഇവിടെ പറയും. ആരോ നിങ്ങളെ സഹായിക്കാൻ പോകുന്നുണ്ട്. നിങ്ങളെ ഏതോ രീതിയിലൊക്കെ നിങ്ങൾക്കൊരു പാർട്ട്ണറുടെ സഹായം ലഭിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ട്ണർ റെഡി ആവും, നിങ്ങളെ സഹായിക്കുന്ന ഒരാള് റെഡി ആവുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശയാത്ര ഉണ്ടെന്ന് പറയുന്നുണ്ട്. വിദേശത്ത് പോകാനാണ് നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വിദേശയാത്രയുണ്ട്, വിദേശത്ത് ജോലി ലഭിക്കുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഏത് രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അവിടേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. നിങ്ങൾക്ക് അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അത് വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് വരാൻ പോകുന്നു, സമ്പത്ത് വരാൻ പോകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് സ്വത്തുക്കൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ഒരു 4 ഓഫ് പെന്റിക്കിൾസ്, ഒരു നല്ല രീതിയിലൊരു സാമ്പത്തിക ഭദ്രത, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പണം ഏതെങ്കിലും രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വരും. ഒരുപക്ഷെ നിങ്ങളുടെ വസ്തു വിൽക്കാനുണ്ടായിരിക്കാം, ഒരുപാട് വസ്തു വിൽക്കാനുണ്ട്, അത് വിൽക്കാൻ ഒരുപാട് നാളായിട്ട് പാടുപെടുന്നുണ്ട് എങ്കിൽ അത് വിറ്റ് ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സാമ്പത്തികം വരുന്നുണ്ടാവാം. നിങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് വീട് വെക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, വീട് വെക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ഒരുപക്ഷെ ചിലർ വീടിന്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങുകളിലൊക്കെ ആഘോഷിക്കാൻ പോകുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. അതൊക്കെയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്ത് തന്നെ നിങ്ങളുടെ വീടിന്റെ പണി പൂർത്തിയാക്കി, വീട് പണിയിൽ ഇരിക്കുന്നവരാണ് വീട് പണി പൂർത്തിയാക്കി അതിന്റെ പാലുകാച്ചലിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് അത് നടക്കാൻ പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു കേട്ടോ. ഒരു വീടൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണ്, നിങ്ങൾക്ക് ഒരു വീട് ലഭിക്കുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു ജോലിക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നു. അത്
നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലി നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കും മറ്റൊരു ജോലിക്കായി കാത്തിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജോലി ലഭിക്കുമെന്നാണ് കാണിക്കുന്നത്. ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തായാലും ഇവിടെ നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കുന്നു. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കുക. നിങ്ങൾ കരഞ്ഞോ ഏതെങ്കിലും കാര്യത്തിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം ലോൺ അടയ്ക്കാനില്ലാത്ത ഏതൊക്കെയോ കാര്യത്തിൽ കരഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് കരയാതിരിക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിനൊക്കെയുള്ള ഒരു വഴി തുറക്കും. ആരെങ്കിലും നിങ്ങളെ സഹായിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് മുന്നിൽ തെളിയും. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് നീതി ലഭിക്കും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ചില കാർഡുകൾ കൂടി നോക്കാം. ഒരുപാട് നാളായിട്ട് ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളെ പിരിഞ്ഞിരിക്കുന്നതിന്റെ പേര് കരയുന്ന ഒരുപാട് പേരുടെ എനർജി കാണുന്നുണ്ട്. കരയേണ്ടതില്ല, ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമെന്ന് തന്നെ പറയുന്നത് കേട്ടോ. തിരികെ വരും. നിങ്ങൾ അങ്ങനെ കരഞ്ഞോണ്ടിരിക്കേണ്ട ആവശ്യമില്ല, തിരികെ വരുമെന്നാണ് പറയുന്നത്. ലവ് അഫെയർ ഇവിടെ കണ്ടോ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലവ് അഫെയർ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആണ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു ലവ് നിങ്ങളെ തേടി തിരികെ വരും. ഇവിടെ കരയേണ്ടതില്ല, ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളെ തേടി തിരികെ വരും. നിങ്ങൾക്ക് ആ ഒരു ലവിനെ നഷ്ടപ്പെടില്ല എന്ന് പറയുന്നു. നിങ്ങളുടെ ആ ഒരു ലവ് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല, നിങ്ങൾക്കത് തിരികെ വരും, നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളെ ചേരേണ്ട ജോഡികളാണ്, നിങ്ങളുടെ ലവ് തന്നെയാണത്. ഹോം ബേസ്ഡ് നിങ്ങൾ വീട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട് ലഭിക്കുമെന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ പറഞ്ഞായിരുന്നു, വീടാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വീട് ലഭിക്കും. മറ്റൊരു വീട്ടിലേക്ക് നിങ്ങൾ താമസം മാറണം, അല്ലെ പുതിയ വീട്ടിലേക്കൊക്കെ താമസം മാറാൻ പോകുന്നു, അങ്ങനെയുള്ള ആഗ്രഹങ്ങളുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കും. പുതിയൊരു വീടിന്റെ അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾ താമസം മാറാൻ പോകുന്ന പുതിയൊരു വീട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നൊക്കെ പറയാം ആഗ്രഹിക്കുന്നുള്ളവർക്ക് കേട്ടോ. ഇവിടെ വീണ്ടും പാർട്ട്ണർഷിപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ലവ് ലൈഫ്, ലവ് ആൻഡ് ബി ലവ്ഡ്. നിങ്ങൾ ചേരേണ്ട നല്ല 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 ജോഡികളാണെന്നാണ് ഇവിടെ ചില വ്യക്തികളോട് പറയുന്നത് കേട്ടോ. വീണ്ടും ഇത് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ചേർച്ച, അത്രത്തോളം നല്ല ചേർച്ചയുള്ള വ്യക്തികളാണ് ആ ഒരു വ്യക്തി വരുമെന്നാണ് കാണിക്കുന്നത്. ഏത് പ്രശ്നങ്ങൾക്കും നിങ്ങൾ എന്ത് പ്രോബ്ലം നിങ്ങളുടെ ഏത് പ്രോബ്ലമാണ് ഇപ്പൊ നിങ്ങൾ അലട്ടുന്നത്, മണി പ്രോബ്ലം ആണെങ്കിൽ ആ ഒരു നിങ്ങൾക്ക് പണം വരുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ മണി ബ്ലോക്കേജസ് ആണ്, അതിന് നിങ്ങൾക്ക് ആ പ്രോബ്ലത്തിന് നിങ്ങൾക്ക് സൊല്യൂഷൻ വരാൻ പോകുന്നു. അതുപോലെ നിങ്ങളുടെ ലവിന്റെ കാര്യത്തിൽ ആ ലവ് ലൈഫിലാണ് നിങ്ങൾ പ്രോബ്ലത്തിൽ ഇരിക്കുന്നെങ്കിൽ അതിന് സൊല്യൂഷൻ വേണ്ടി ഇരിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം സോൾവ് ആക്കാൻ പോവാണ്. ഏത് പ്രോബ്ലം ആണെങ്കിലും നിങ്ങൾ ഏത് പ്രോബ്ലത്തിൽ ഇരിക്കുന്നോ അതിന് നിങ്ങൾക്ക് സൊല്യൂഷൻ വരാൻ പോകണം. ഇൻവെസ്റ്റ്മെന്റ്സ്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോസ്പെരിറ്റി, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട്, പോസിറ്റീവ് റിസൾട്ട് ലഭിക്കാൻ പോവാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റോടുകൂടി തിരികെ ലഭിക്കാൻ പോകുന്നു. അതിപ്പോ എന്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പ്രോഫിറ്റ് ലഭിക്കാൻ പോകുന്നു. പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നല്ല പ്രോഫിറ്റ് ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ ലവ് നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നല്ല പ്രോഫിറ്റ് ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ ഏത് ഇൻവെസ്റ്റ്മെന്റ്സ് എന്താണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന് നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ലഭിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഓപ്പർച്യൂണിറ്റി കാണിക്കുന്നുണ്ട്. ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, പുതിയ ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് വരാൻ പോകുന്നു. നിങ്ങളുടെ വർക്ക് പ്ലേസ് ചേഞ്ച് ആക്കാൻ പോകണം. നിങ്ങളിപ്പോ ജോലി ചെയ്യുന്ന സ്ഥലം ചേഞ്ച് ആക്കാൻ പോകണം. നിങ്ങൾ ബിസിനസ് ട്രിപ്പിനൊക്കെ പോകാൻ പോകണം കേട്ടോ. ബിസിനസ് ട്രിപ്പിനൊക്കെ പോകാൻ പോകണം. നിങ്ങളുടെ ആ ഒരു കരിയർ ലൈഫിൽ ഒരു ചേഞ്ച് വരാൻ പോകണം. നിങ്ങൾക്കൊരു ചേഞ്ച് വരാൻ പോകണം. ഇപ്പൊ നിങ്ങളുടെ കരിയർ ലൈഫിൽ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഒരുപക്ഷെ ഒരിടത്ത് തന്നെ ഇങ്ങനെ വർഷങ്ങളായി ജോലി ചെയ്തിരിക്കുന്നു, സാലറി വർധനവൊന്നുമില്ല, അവിടുന്ന് ഒരു മാറ്റവും ഇല്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒന്ന് മാറണം, ഒന്ന് ചേഞ്ച് ആവണം, വർക്ക് പ്ലേസ് ഒന്ന് ചേഞ്ച് ആവണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കാൻ പോകണം. നിങ്ങളുടെ വർക്ക് പ്ലേസ് നിങ്ങൾ ചേഞ്ച് ആക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നു, ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ നമുക്കൊരു 2-3 കാർഡ് ടൈമിന്റെ കൂടെ നോക്കിയേക്കാം. ടൈം ആണെങ്കിൽ 2 years. ഇൻ 2 yearsനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം നടക്കും.
2 വർഷം. ഒരുപക്ഷെ ചിലർക്കൊക്കെ വീടിന് ഒരുപക്ഷെ 2 വർഷമൊക്കെ വേണമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി, പുതിയൊരു ജോലി 2 വർഷത്തിൽ മാറാനോ, അല്ലെങ്കിൽ വിദേശത്തായിരിക്കുന്ന നിങ്ങൾ നാട്ടിലേക്ക് സെറ്റിൽഡ് ആവാൻ 2 വർഷത്തിനുള്ളിൽ സെറ്റിൽഡ് ആവാനോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള 2 വർഷത്തിനുള്ളിൽ നടക്കാൻ 2 years പറയുന്നുണ്ട്. ഒരു 72 അവേഴ്സിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ലഭിക്കാൻ പോവുകയാണ്. 72 മണിക്കൂറിനുള്ളിൽ. വിതിൻ 1 year, 2 കാർഡ് ഒരുമിച്ച് കിട്ടി. വിതിൻ 11 months, 11 മാസത്തിനുള്ളിൽ എന്തോ കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കും. അതുപോലെ 1 year, 1 വർഷത്തിൽ, അടുത്ത വർഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തും. അപ്പൊ ഇതാണ് ഈ ഒരു റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നമ്മൾ ലഭിക്കുമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ എല്ലാം ലഭിക്കുമെന്ന് കാരണം ഈ ഒരു കാർഡ് ഒഴിച്ച് ബാക്കിയെല്ലാം പോസിറ്റീവ് കാർഡാണ്. അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യം ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.